വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് റോഡ് മാർഗമുള്ള ചരക്ക് നീക്കത്തിന്റെ ട്രയൽ റൺ നടത്തി. ട്രയൽ റണ്ണിംഗ് വിവരങ്ങൾ ദേശീയപാത പ്രോജക്ട് ഡയറക്ടർ വിലയിരുത്തും. കണ്ടെയ്നർ കയറ്റിയ ട്രക്ക് തുറമുഖ റോഡിൽ നിന്ന് ദേശീയപാതയിലേക്ക് ഓടിച്ചു കയറ്റിയായിരുന്നു ട്രയൽ. ആർമി സനൂപ് വിവരങ്ങൾ നൽകും. സനൂപ്, ഇതുവരെ കടൽ മാർഗമാക്കാൻ അല്ലെങ്കിൽ ഗതാഗതം ഈ കരമാർഗമാക്കാൻ സാധിച്ചിരുന്നില്ല. പക്ഷെ അതിനുള്ള അവസരം കൂടി എത്തുന്നതോടുകൂടെ വിഴിഞ്ഞത്തൊരു വലിയ കുതിച്ചുചാട്ടം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ട്രയൽ റണ്ണിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണ്? അന്താരാഷ്ട്ര തുറമുഖത്ത് നടത്തിയത് ഈ റോഡ് ഇപ്പോൾ തന്നെ പൂർത്തിയായിട്ടുണ്ട്. തുറമുഖത്ത് നിന്ന് ദേശീയപാതയിലേക്ക് ബന്ധിപ്പിക്കുന്ന റോഡിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ അതുവഴി കണ്ടെയ്നർ ട്രക്ക് ഓടിച്ചുകൊണ്ടായിരുന്നു ഈ ട്രയൽ റൺ നടത്തിയത്. ഈ സർവീസ് റോഡ് വഴി കയറി ദേശീയപാതയുടെ വെള്ളാർ ഭാഗത്ത് നിന്ന് യു ടേൺ എടുത്ത് അവിടെ നിന്ന് ദേശീയപാതയിലൂടെ കാഞ്ഞിരം ഭാഗത്തേക്ക് പോയി അവിടെ നിന്ന് യു ടേൺ എടുത്ത് തിരിച്ച് തലക്കോട് ഭാഗം വഴി സർവീസ് റോഡിലേക്ക് പ്രവേശിച്ച് അവിടെ നിന്ന് തുറമുഖത്തേക്ക് പോകുന്ന രീതിയിലായിരുന്നു ട്രയൽ റൺ നടത്തിയത്. ദേശീയപാത അധികൃതരും ഇതിന് നേതൃത്വം നൽകി. ഇതിനുശേഷം ദേശീയപാത പ്രോജക്ട് ഡയറക്ടർ ഇത് വിലയിരുത്തും. അതിനുശേഷമായിരിക്കും ഇതിന് അന്തിമ അനുമതി നൽകുക. നിലവിലിപ്പോൾ ഇതുവഴി കണ്ടെയ്നർ നീക്കം നടന്നാൽ ഏത് രീതിയിലായിരിക്കും ഈ ട്രാഫിക് വഴിതിരിച്ചു വിടുക അല്ലെങ്കിൽ ട്രാഫിക് നിയന്ത്രിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പരിശോധിക്കുന്നത്. ഇതിന്റെ വിശദാംശങ്ങൾ ദേശീയപാത പ്രോജക്ട് ഡയറക്ടർ പരിശോധിച്ച ശേഷമായിരിക്കും ഇനി അനുമതി നൽകുക. നിലവിൽ ഇപ്പോൾ അപ്രോച്ച് റോഡിന്റെ നിർമ്മാണമൊക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇനി ദേശീയപാതയുടെ ദേശീയപാതയുടെ അനുമതി ലഭ്യമായാൽ മുഖ്യമന്ത്രിയുടെ സമയം കൂടി നോക്കിയതിനു ശേഷമായിരിക്കും ഇത് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ എമിഗ്രേഷൻ അടക്കമുള്ള കസ്റ്റംസ് അടക്കമുള്ള ക്ലിയറൻസ് പ്രവർത്തനങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്തായാലും ഉടൻ തന്നെ ഇതിന്റെ അനുമതി ലഭിക്കുമെന്ന് തന്നെയാണ് തുറമുഖ അധികൃതരും പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷമായിരിക്കും മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം നടത്തി ഇതുവഴി ആഭ്യന്തര കയറ്റുമതി ഇറക്കുമതി നടത്തുക.